ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളരിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ജയ്പൂരിൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ കണി വെള്ളരി ഇല്ലേ, അത് കിട്ടാനില്ല കേട്ടോ. കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അല്പം പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒന്ന് വെട്ടി നുറുക്കി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ പുളിശ്ശേരിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക നല്ല രീതിയിലൊന്ന് വേവിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോഴേക്കും നമുക്ക് അല്പം അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് ചേർത്തിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളുടെ ഉലുവയില്ലേ, ഉലുവ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം നമ്മുടെ വെളുത്തുള്ളി ചേർക്കുന്നില്ല, ജീരകമാണ് ചേർക്കുന്നത് കേട്ടോ. ഇത്രയും ചേർത്ത് വേണമെന്നുണ്ട് എങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കയൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇവിടെ കിടന്നില്ലേ. അതിലേക്ക് നമ്മൾ അരപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണേ. നമ്മുടെ അരപ്പൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണ്ടേ. എന്നിട്ടൊന്ന് ചൂടായി വന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ തൈര് അങ്ങോട്ട് ഉടച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒഴിച്ച നമ്മുടെ കട്ട തൈര് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ ചേർക്കാൻ ആവശ്യമുള്ള തൈര് അങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഇച്ചിരി ടൈമൊക്കെ എടുത്ത് ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഓണം അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടൈമിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. സാധാരണ അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് മോര് കാച്ചുക ചെയ്യുന്നത്. പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ ഓണമൊക്കെ വരുമ്പോഴാണ്. ഇപ്പോൾ ഈ വെള്ളരിക്ക കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയൊന്ന് ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ആ തൈരും കൂടി ചേർത്തിട്ട് ചൂടായ തേങ്ങയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷമാണ്, അരപ്പ് ചൂടായതിന് ശേഷമാണ് നമ്മുടെ തൈര് ഉടച്ച് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു കടുക് താളിക്കലുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല അടിപൊളി പുളിശ്ശേരി റെഡിയാകുന്നുണ്ട് ഇവിടെ കേട്ടോ. കടുക് താളിക്കാൻ നമുക്ക് എടുക്കേണ്ടത് ഉണക്കമുളകും കടുകും, പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ചേർക്കുക, കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. കറിവേപ്പിലയും കുഞ്ഞുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല, അത് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത് മാത്രം മതി ചോറ് കഴിയാൻ കേട്ടോ. ഇതിരുന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉപയോഗിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണം ആകുമ്പോൾ ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഓണത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ അതുവരെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പി ആയി കാണും വരെ ബായ്. ഇപ്പോൾ റെസിപ്പികളൊക്കെ വളരെ കുറച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കുഞ്ഞ് സ്കൂളിൽ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കൊണ്ടുവിടണം, പിന്നെ വിളിച്ചുകൊണ്ട് വരണം. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് എഡിറ്റിങ്ങും മറ്റുള്ള ഒന്നും നടക്കുന്നില്ല. മെയിനായിട്ടുള്ള പ്രശ്നം അതാണ്. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.